ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി വീട്ടിലേക്ക് കയറി തനിക്ക് വക്കീലിനെ ഒന്ന് കാണാൻ ആവശ്യം പറഞ്ഞപ്പോ ശോഭ പറഞ്ഞു, ഇവിടെ ആർക്കും നിന്നെ കാണാൻ താല്പര്യമില്ല. എന്റെ മോന് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. വെറുതെ എന്തിനാ അവന്റെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്? അവൻ നിന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് ശോഭ സച്ചിയെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോ സച്ചി പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എനിക്ക് വക്കീൽ സാറിനെ കണ്ടിട്ടേ പോകാൻ പറ്റൂ. എനിക്ക് സാറിനെ കാണണം. വക്കീലിനെ ഒന്ന് അമ്മ വിളിക്കുവോ പ്ലീസ് എന്ന് പറഞ്ഞ് അങ്ങനെ സച്ചി അവിടെ നിൽക്കുമ്പോഴേക്കും ബഹളം കേട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഗോകുൽ ചോദിച്ചു, ആരാ അമ്മയത് എന്ന് ചോദിച്ച് ഹാളിലേക്ക് വന്ന് നോക്കിയ ഗൂഗിൾ മുന്നിൽ നിൽക്കുന്ന സച്ചിയെ കണ്ട് ആകെ അമ്പരന്നു. തൊട്ടു പിന്നാലെ ഗൂഗിളിന്റെ ബാഗ് എടുക്കാൻ മറന്നു ഗൂഗിള് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടു പിന്നാലെ സന്തോഷത്തോടെ വന്ന അർച്ചന ബാഗ് ഗൂഗിളിന് നേരെ നീട്ടിയപ്പോഴാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന സച്ചിയെ അർച്ചന ശ്രദ്ധിച്ചത്. അതോടെ സച്ചിയെ കണ്ട് ഗോകുലും ആ അർച്ചനയും ഒരുപോലെ തന്നെ അമ്പരന്ന് നിന്നു. ഈ കാഴ്ച കണ്ടതോടെ ഗോകുല്, എന്താ സച്ചി, എന്താ ഈ സമയത്ത് എന്ന് അന്വേഷിച്ചു. വക്കീലെ, എനിക്ക് വക്കീലിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നായിരുന്നു സച്ചിയുടെ ആവശ്യം. അത് കേട്ടതും ഗോകുല് പറഞ്ഞു, അതിനെന്താ, നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ശോഭ പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള കാര്യം സംസാരിച്ചിട്ട് എത്രയും വേഗം പോയിക്കോണം, അതല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വലിയ ഗൗരവത്തോടെ ശോഭ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് സച്ചി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൂഗിള് പറഞ്ഞു, സച്ചി വന്നേ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചിയെ ഗൂഗിള് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതോടെ ഗോകുലും സച്ചിയും കൂടി നേരെ മുറിയിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതുകൊണ്ട് അർച്ചനയും മറ്റെല്ലാവരും ടെൻഷനോടെ അങ്ങനെ നോക്കി. സച്ചി അരികിലേക്ക് എത്തിയതും ഗോകുല് ചോദിച്ചു, സച്ചിയുടെ ഭാവം എന്താണ്, എന്തുദ്ദേശിച്ചാ സച്ചി ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, വക്കീലെ, എനിക്കൊരൊറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വക്കീലിന് അതറിയാവല്ലോ, ഞാൻ എന്താവശ്യപ്പെട്ടാണ് വക്കീലിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന്. എന്റെ ഭാര്യ, എന്റെ അർച്ചന എനിക്ക് വേണം വക്കീലെ. ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാനൊരു ഭിക്ഷക്കാരനൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്റെ ജീവിതമാണ്, നഷ്ടപ്പെട്ടു പോയ എന്റെ ജീവിതം, അതെനിക്ക് തിരികെ പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സച്ചി ഗൗരവത്തോടെ നിൽക്കും. സച്ചി ഗോകുലിനോട് സംസാരിക്കുന്ന കേട്ടപ്പോ ഗോകുല് സച്ചിയോട് ദയനീയമായിട്ട് പറഞ്ഞു, സച്ചി പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷേ സച്ചിക്ക് ഇപ്പോ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം എന്താണെന്ന് ഗൂഗിൾ അന്വേഷിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, നിങ്ങളുടെ മേലുള്ള എൻ്റെ വിശ്വാസം നഷ്ടമായി. നിങ്ങൾ എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു, അത് സത്യമാണ്. പക്ഷേ അതിനു വേണ്ട നീക്കങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എൻ്റെ അച്ഛനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അതിനുവേണ്ടി നിങ്ങളൊന്നും പ്രയത്നിച്ചില്ല. അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ അവളെ കൊണ്ടുപോയോ? ഏതെങ്കിലും ഡോക്ടറെ നിങ്ങളൊന്ന് കാണിച്ചോ? ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കാം? അതുകൊണ്ട് ഇനി എനിക്ക് ഈ ഒരു നാടകം തുടർന്നു പോകാൻ താല്പര്യമില്ലടോ, ഇല്ല വക്കീലെ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ എൻ്റെ തീരുമാനം. എൻ്റെ അർച്ചനയെ ഞാൻ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചോളാം. അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മരണം വരെ അവൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനിങ്ങനെ ജീവിച്ചോട്ടെ എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇനിയും എൻ്റെ ക്ഷമയെ നശിപ്പിക്കരുത്. നിങ്ങളോട് അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നു. എന്റെ അർച്ചന ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം അവളുടെ പ്രിയപ്പെട്ടവരെ ആരോടും ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനിയും ഞാനിത് മറച്ചു വെക്കില്ല. എത്രയും വേഗം തന്നെ ഇത് ഞാൻ പറഞ്ഞിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അവര് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരും. ഇനിയും നിങ്ങളുടെ നീക്കങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോടതിയെ സമീപിക്കും. കോടതി മുഖേന എന്റെ അർച്ചനയെ വീണ്ടെടുക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് സച്ചി ബഹളം വെച്ചു. അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, ദേവി ഇത് സച്ചിയും, ഞാൻ പറയുന്നു കേൾക്ക്. സമൃദ്ധയെ ഇത്രയും നാളും ഞാൻ നോക്കിയത് എങ്ങനെയാണെന്ന് സച്ചിക്ക് അറിയാവല്ലോ. ഒരു നോട്ടത്തിൽ പോലും സമൃദ്ധ എന്റെ ഭാര്യയാണെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നേ വരെ നോക്കിയിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്റെ കുടുംബം തകരാതിരിക്കാനായി ഇപ്പോ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന എന്റെ ഈ കുടുംബം തകർന്നു പോകാതെ എല്ലാം അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു നിമിഷം, അത്ര മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കുറച്ച് ദിവസം മാത്രം എനിക്കൊന്ന്, കുറച്ച് ദിവസത്തേക്ക് കൂടി എന്നോടൊന്ന് ക്ഷമിക്കുക. എനിക്ക് കുറച്ച് സമയം കൂടി, ഒരു സാവകാശം താ. ഞാൻ എത്രയും വേഗം തന്നെ ഇക്കാര്യങ്ങൾ അർച്ചനയെ അറിയിച്ച് അർച്ചനയുടെ അനുവാദത്തോടെ, അർച്ചനയുടെ സമ്മതത്തോടു കൂടി ഞാൻ അർച്ചനയെ ഏൽപ്പിക്കാം. അതുവരത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത്രയും നാളും സമൃദ്ധയെ ഞാൻ എങ്ങനെ കണ്ടതെന്ന് സച്ചിക്ക് അറിയാവല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ വീണ്ടും ആ പേര് തന്നെ ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സമൃദ്ധയല്ല,
അർച്ചനയാണ് എന്ന് മുൻപും ഞാൻ നിങ്ങളെ തിരുത്തിയതാണ്. പക്ഷേ നിങ്ങൾ അന്നും അത് കൂട്ടാക്കിയില്ല. നിങ്ങൾ മനഃപൂർവ്വം ആ പേര് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും അർച്ചന എന്ന പേര് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ലാത്തതല്ലേ ഇതിന് കാരണമെന്ന് ശശി ദേഷ്യത്തോടെ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, ശശി ഞാൻ പറഞ്ഞത് അതല്ല. അങ്ങനെ പേര് ആവർത്തിച്ച് പറഞ്ഞത് ഈ 10 വർഷക്കാലം ഞാൻ ആ അർച്ചനയെന്നല്ലല്ലോ സംവൃതി എന്ന പേരിലല്ലേ അയാളെ വിളിച്ചിരുന്നത്. പിന്നീട് ഇപ്പോഴാണല്ലോ ഈ പേര് അറിഞ്ഞത്. അതിന്റെ ഒരു പ്രശ്നമാണ്. എന്തായാലും ഇനി അധികം നീട്ടിക്കൊണ്ട് പോവില്ല. ഉറപ്പായിട്ടും സച്ചിയുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നുമില്ല. എന്റെ ഈ വാക്കൊന്ന് വിശ്വസിക്കൂ സച്ചി എന്ന് പറഞ്ഞു ഗോകുല് കേൺ അപേക്ഷിക്കുന്ന പോലെ സച്ചിയോട് അപേക്ഷിച്ചപ്പോ ഗോകുല് പറഞ്ഞു, സച്ചി വന്നപ്പോ പറഞ്ഞു, സച്ചി എന്റെ മുന്നിൽ യാചകനല്ല എന്ന്. അത് സത്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ യാചകനായി നിൽക്കുന്ന ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം തകരാതിരിക്കാനായിട്ട് പ്ലീസ് സച്ചി തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് കൂടി സച്ചി ഒന്ന് ശ്രമിക്കുക എന്ന് ഗൂഗിൾ ആവശ്യപ്പെട്ടപ്പോ ശരി, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങണം. ഈ സമയം അർച്ചന കിച്ചണിൽ കയറി സച്ചി കാണാതെ മറിഞ്ഞിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സച്ചി അർച്ചന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പരിധി ഒന്ന് നോക്കിയതിനു ശേഷം അധിക നേരം നിൽക്കാതെ സച്ചി അവിടെ നിന്ന് പോകുന്നു. സച്ചി ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയ അർച്ചന വേഗം തന്നെ സച്ചി അവിടെ നിന്ന് പോയപ്പോൾ അവിടെ പുറത്തേക്ക് വന്ന് അർച്ചന നോക്കുകയാണ്. അടുത്ത് നിന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ഒന്ന് നോക്കിയ അർച്ചന സച്ചി അതിലെ പോകുന്നത് കണ്ട് ആകെ വേദനയോടെ നോക്കി നിന്നു. സച്ചിയുടെ ആ നോട്ടം കണ്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് ആകെ സങ്കടത്തോടെ സച്ചി എങ്ങനെ പോകുന്നത് നോക്കി അർച്ചന വേദനയോടെ ആലോചിച്ചു. എൻ്റെ ഈശ്വര, ഈ ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെ മറികടക്കും? എൻ്റെ സച്ചിയേട്ടനെ ഞാൻ എങ്ങനെ ഇനിയും വേദനിപ്പിക്കും? ഈ പ്രശ്നത്തിനൊരു പരിഹാരം എത്രയും വേഗം എനിക്ക് കണ്ടെത്തിയേ തീരൂ. ഇനിയും എൻ്റെ സച്ചിയേട്ടനെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് സങ്കടത്തോടെ അർച്ചന ചിന്തിച്ചു. അപ്പോഴാണ് സന്ദീപ് അവന്തികയുടെ അരികിലെത്തിയ വിവരങ്ങളൊക്കെ പറഞ്ഞതും സന്ദീപിനെ വിശ്വസിക്കാൻ അവന്തിക തയ്യാറാകാത്തതുപോലെ പെരുമാറി. വേണ്ട സന്ദീപേ, നീ അങ്ങനെ രാജീവിന്റെ പിടിയിൽ അകപ്പെട്ടുവെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. അന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് പിറ്റേ ദിവസം കോടതിയിൽ പോകേണ്ടതാണെന്നും. ഇനിയെങ്കിലും നിനക്ക് അന്നത്തെ ദിവസമെങ്കിലും നിനക്ക് മദ്യപിക്കാതിരിക്കാമായിരുന്നല്ലോ. മദ്യപിച്ച് ലെക്കുകെട്ട് റോഡരികിൽ വണ്ടിയുമായിട്ട് റോഡരികിൽ കിടന്നിട്ടില്ലേ നിന്നെ അവിടെ നിന്ന് രാജീവ് തട്ടിക്കൊണ്ടു പോയത്. അല്ലാതെ നീ അവന്റെ മുന്നിലേക്ക് ചെന്ന് കയറിയതൊന്നും അല്ലല്ലോ. നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ അവനെന്താ അങ്ങനെ അങ്ങ് ധൈര്യം കാട്ടിയതിന് കാരണം നിനക്ക് അപ്പോ സ്വബോധം ഇല്ലാതിരുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതിന്റെ കാരണക്കാരനും ഇതിന്റെ പ്രശ്നക്കാരനും ഒക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നവും നിന്റെ കയ്യിലെ ഈ കുഴപ്പം തന്നെയാണ്. അതിന് കൂടുതലൊന്നും നീ ഇനി പറയേണ്ടതില്ല സന്ദീപേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ഇതെല്ലാം കേട്ട് നിന്നിരുന്ന അപ്പുറത്ത് മാറി നിന്നിരുന്ന മൂർത്തി അരികിലേക്ക് എത്തി സന്ദീപിനോട് പറഞ്ഞു, അല്ലെങ്കിലും സന്ദീപിനൊന്നും അറിയണ്ട, സന്ദീപ് സാറിനൊന്നും അറിയണ്ടല്ലോ. സാറിന്റെ വൈഫ് ആണെങ്കിൽ ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ വലിയ താരമായി മാറിയിരിക്കുക എന്നെല്ലാം അടുത്ത് നിന്നുകൊണ്ട് മൂർത്തിയും വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ആകെ ദേഷ്യത്തോടെ സന്ദീപ് നോക്കി. താരമായെന്നോ, എന്താ ഈ പറയുന്നതെന്ന രീതിയിൽ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അരികിലേക്ക് വന്ന് മൂർത്തിയുടെ കോളറിനെ പിടിക്കുകയാണ്. അടുത്ത് നിന്നുകൊണ്ട് സന്ദീപ്, നീ എന്താടാ പറഞ്ഞത്? നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും എന്തിനാ സന്ദീപ് സാറേ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത് നിന്ന് അവന്തിക പറഞ്ഞു, നീ അവിടെ മൂർത്തിയോട് തട്ടിക്കയറേണ്ടതില്ല സന്ദീപേ. ഇവിടെ ഇപ്പോ മൂർത്തി പറഞ്ഞ കാര്യം സത്യം തന്നെയാ. നിന്റെ ഭാര്യ ഇപ്പം ഒരു ഫിനാൻസ് കമ്പനിയുടെ ഒരു മോഡലായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പരസ്യം വേഗം സന്ദീപിനെ കാണിച്ചു. സന്ദീപ് ആകെ കലുതുള്ളി. ഇതിനൊക്കെ കാരണക്കാരൻ സച്ചിയാണെന്നും സച്ചിയാണിപ്പം ഇതിനായിട്ട് ആതിരയെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നും സന്ദീപ് ഇപ്പോ അതിരെ ഉപേക്ഷിച്ച നിലയിലാണല്ലോ. മാത്രമല്ല ഭാര്യയുടെ അനുജത്തിയില്ലേ, അപ്പൊ പിന്നെ അവളെ നോക്കേണ്ട ചുമതല ഇപ്പോ സച്ചിക്കുമായി മാറിയിരിക്കുകയല്ലേ എന്നൊക്കെ അവന്തി കൂടി പറഞ്ഞപ്പോ കലുതുള്ളി സന്ദീപ് ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഇത് കണ്ടതോടെ മൂർത്തി പറഞ്ഞു, ഇന്നെന്തെങ്കിലും നടക്കുമോ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും നടക്കണം, ഇവൻ ഇന്ന് അവനെ തീർക്കണം, അതാ വേണ്ടത്. എന്നാൽ മാത്രമേ ചേട്ടനും അനുജനും തമ്മിൽ തല്ലി ഇല്ലാതാവട്ടെ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അവന്തിക്ക് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വൃന്ദാവനത്തില് ആ പരസ്യം കണ്ടിട്ട് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോഴേക്കും സച്ചി അരികിലേക്ക് എത്തിയപ്പോൾ സച്ചിയും അവർ കാണിച്ചു. കമലമ്മ പറഞ്ഞു, ഇത് കണ്ടോടാ മോനെ എന്ന് പറഞ്ഞ് അത് കാണിച്ചപ്പോഴേക്കും ഞാനിത് നേരത്തെ കണ്ടതാമേ എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയുണ്ട് ഏട്ടാ ഇവളുടെ അഭിനയം എന്ന് എല്ലാവരും അഭിപ്രായം അന്വേഷിച്ചപ്പോഴേക്കും അത്രയ്ക്ക് പോരാ എന്ന് പറഞ്ഞുകൊണ്ട്
സന്ധ്യ ഒട്ടും താല്പര്യപ്പെടാത്ത പോലെ, അത് അത്രയ്ക്കൊന്നും ആതിരയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന രീതിയിൽ സച്ചി അഭിപ്രായം പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും ആതിരയുടെ മുഖം മങ്ങുന്നത് സച്ചി ശ്രദ്ധിച്ചു. പെട്ടെന്ന് സച്ചി പറഞ്ഞു, ഏയ് അത്രയ്ക്ക് പോരാ എന്നൊന്നും ഞാൻ പറയില്ല, ഗംഭീരമായിട്ടുണ്ട്. അതെ, ഏതെങ്കിലും സിനിമയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു കോള് വന്നേക്കും, അതുകൊണ്ട് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണ്ട കേട്ടോ, സൈലന്റിലാക്കിയിട്ടേക്കും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും ഏട്ടാ വെറുതെ എന്നെ കളിയാക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ആതിര പറയുമ്പോഴേക്കും, സത്യ മോളെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും കമലമ്മ അവർ മൂന്നുപേരും സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുമ്പോൾ ഇത് കണ്ടു നിന്ന സച്ചിയോട് കമലമ്മ പറഞ്ഞു, എടാ മോനെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സിനിമാ നടിയുടെ അമ്മയെന്നുള്ള പേരൊന്നും കിട്ടണ്ട, നിങ്ങൾ ഇത്രയും മക്കളുടെ അമ്മയാണല്ലോ, ആ ഒരു സന്തോഷം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന തൻ്റെ ഫോണിൽ ആ ഒരു ആഡ് കാണാനിടയായി. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും എൻ്റെ അനുജത്തി ഇങ്ങനെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കുടുംബത്തിന്റെ അവസ്ഥ അത്ര ദയനീയമായിട്ടുണ്ടാകണം. എന്തായാലും രാജീവിനോടൊന്ന് അന്വേഷിക്കാൻ പറയാമെന്ന് അർച്ചന തീരുമാനിച്ചു. രാജീവ് അതെല്ലാം അന്വേഷിച്ച് മടങ്ങിയെത്തി കഴിഞ്ഞപ്പോൾ അർച്ചന കാര്യങ്ങൾ അന്വേഷിക്കാനായി രാജീവിന് അരികിലേക്ക് എത്തി. രാജീവ് അർച്ചനയോട് കുടുംബത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയും സച്ചിയുടെ അവസ്ഥ അല്പം പ്രശ്നത്തിലാണെന്നും പിന്നെ ആതിര അങ്ങനെ ഒരു കമ്പനിയിൽ പോയിട്ടുണ്ടെന്നും ഇതുപോലെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു. എന്തായാലും അങ്ങനെ ഒരു അഭിനയം അത് ശരിയല്ല എന്നും അവളെ എങ്ങനെയെങ്കിലും തിരുത്തിയേ തീരൂ, അതിന് ഞാൻ തന്നെ പോയിക്കോളാം, എനിക്ക് അവളെ നേരിട്ടൊന്ന് കാണണമെന്ന് അർച്ചന പറയുമ്പോൾ എടുത്തു ചാടി ഇങ്ങനെയൊന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതായിരുന്നു രാജീവിന്റെ ചോദ്യം. പിന്നെ അപ്പോഴേക്കും രാജീവിനോട് അർച്ചന ചോദിച്ചു, എല്ലായ്പ്പോഴും ഏത് പ്രശ്നത്തിനും എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് രാജീവ് എനിക്ക് വാക്ക് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, അതെ, വാക്ക് തന്നതാ, അത് ഞാൻ പാലിക്കുകയും ചെയ്യും. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊന്ന് എതിർപ്പ് കാട്ടിയത് എന്നും ഗോകുലിന്റെയും ഇവിടെ ഗൗരിമോളോടും ഒപ്പം ഈ കുടുംബത്ത് സമൃദ്ധ ഉണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ടാണ് എന്ന് അവിടെ നിന്നുകൊണ്ട് രാജീവ് പറയുമ്പോഴേക്കും അപ്പുറത്ത് ജനലിനടുത്ത് നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നതായിട്ട് ശിശിര പെട്ടെന്ന് അവിടേക്ക് വരികയും അവർ സംസാരിക്കുന്നത് പതിയെ അവിടെ മാറുമെന്ന് ഒന്ന് ശ്രദ്ധിച്ചു. ദൈവമായി വീണ്ടും ഇവർ സംസാരം തുടങ്ങിയോ എന്ന് ആലോചിച്ച് വിഷമിച്ചങ്ങനെ ശിശിര നിൽക്കുമ്പോൾ അത് രാജീവ് കാണാനിടയായി. രാജീവ് അർച്ചനയോട് പറഞ്ഞു, ഇനി ഇവിടെ നിന്നൊരു സംസാരം വേണ്ട, നമ്മളെ ശിശിര വാച്ച് ചെയ്യുന്നുണ്ട്, പിന്നീട് എപ്പോഴേലും സംസാരിക്കാം എന്ന് പറഞ്ഞ് രാജീവ് വേഗം അകത്തേക്ക് കയറി പോവുകയും അർച്ചനയും അതിന് തൊട്ടു പിന്നാലെ അകത്തേക്ക് കയറിപ്പോയിരുന്നു.